സ്നേഹരാഗം ഭാഗം 48. ദേവന്റെ വീട്ടിലും കാര്യമായി ആരുമില്ല. കൃഷ്ണന്റെ അനുജനും കുടുംബവും പിന്നെ ജാനുവിൻ്റെ വീട്ടിൽ നിന്നും അവരുടെ സഹോദരനും കുടുംബവും അത്രയേ അവർ ക്ഷണിച്ചിട്ടുള്ളൂ. വളരെ ലളിതമായി അമ്പലത്തിൽ നിന്നും ഒരു താലി കെട്ടി നന്ദുവിനെ കൊണ്ടുവരണമെന്ന് മാത്രമേ ദേവനുണ്ടായിരുന്നുള്ളൂ. ജാനുവിൽ നിന്നും നിലവിളക്ക് വാങ്ങി നന്ദന വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ഇങ്ങനെയൊരു ബന്ധത്തിന് കൃഷ്ണൻ്റെയും ജാനുവിൻ്റെയും ബന്ധത്തിലുള്ള ചിലർക്ക് അസ്വാരസ്യമുണ്ടായിരുന്നു. ദേവന് ഈ രണ്ടാം കെട്ടുകാരിയെ തന്നെ വേണോ, അതും ഒരു കുഞ്ഞുള്ളവൾ എന്ന് പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ വന്നതാണ്. എന്നാൽ കൃഷ്ണനും ജാനുവും അതിനൊന്നും ചെവി കൊടുത്തില്ല. അവർക്ക് നന്ദനയെ ഇഷ്ടമായിരുന്നു. തങ്ങളുടെ മകൻ്റെ ആഗ്രഹത്തിന് അവർ എതിര് നിന്നില്ല. അവർക്കതിന് കഴിയുമായിരുന്നില്ല. സന്ധ്യയായപ്പോൾ നീതു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പാടവരമ്പിലൂടെ പോയാൽ വേഗം വീട്ടിലെത്താം. അമ്പലത്തിൽ നിന്നും ദേവന്റെ വീട്ടിലേക്ക് റോഡിലൂടെ വന്നത് കാരണം കുറച്ച് സമയമെടുത്തു വീടെത്താൻ. അവൾ യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ നന്ദനയ്ക്ക് സങ്കടമായി. എന്തിനാ ചേച്ചി വിഷമിക്കണേ? കഴിഞ്ഞതൊന്നും ആലോചിക്കരുത്. ഇനിയുള്ളതാണ് ചേച്ചിയുടെ യഥാർത്ഥ ജീവിതം. കഴിഞ്ഞു പോയതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കണം. അവൾ നന്ദനയെ ആശ്വസിപ്പിച്ചു. കുഞ്ഞ് ജാനുവിൻ്റെ മടിയിലാണ്. അവൾ അവരോട് വേഗത്തിൽ ഇണങ്ങിയിരിക്കുന്നു. നന്ദു, നിന്റെ കൈകൊണ്ടാവട്ടെ ഇന്ന് ദീപം തെളിയിക്കുന്നത്. മോളെ, പൂജാമുറിയിൽ ചെന്ന് ദീപം തെളിയിച്ചോണ്ട് വരൂ. ജാനു നന്ദുവിനോടായി പറഞ്ഞപ്പോൾ അവൾ പൂജാമുറിയിൽ ചെന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചു. കഴിഞ്ഞുപോയതെല്ലാം ഓർക്കാതിരിക്കാൻ ശക്തി തരണേ. ദേവേട്ടൻ്റെ കൂടെ നല്ലൊരു ജീവിതം നൽകണേ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. പിന്നെ ദീപം തെളിയിച്ച് ഉമ്മറത്തേക്ക് ചെന്നു. അവൾക്ക് എല്ലാ അനുഭവങ്ങളും പുതിയതായി തോന്നി. അവൾക്ക് താൻ ഈ വീട്ടിൽ മരുമകളായി വന്നു എന്ന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. കൃഷ്ണൻ്റെ നിർബന്ധത്തിൽ നന്ദന കൂടി അവരുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അവൾ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. കുഞ്ഞിനെ ഉറക്കി കുളിച്ച് നൈറ്റിയെടുത്ത് അണിഞ്ഞു. ജാനു ഒരു ഗ്ലാസ് പാൽ അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അതുമായി ദേവന്റെ മുറിയിലേക്ക് ചെന്നു. അവളുടെ ഹൃദയം ഉച്ചത്തിൽ ശബ്ദിക്കാൻ തുടങ്ങി. ദേവൻ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അവൾ പതിയെ അകത്തേക്ക് കയറി. അവൾ വരുന്നത് കണ്ടിട്ടെന്നോണം ദേവൻ എഴുന്നേറ്റു. അവൾ പാൽ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരേ നിൽപ്പ് നിന്നു. അവൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു. അവൾ മുഖം കുനിച്ച് നിൽക്കുകയാണ്. ദേവൻ പതിയെ അവളുടെ അടുത്തെത്തി. മുഖം പിടിച്ചുയർത്തി. അവൻ അവളെ പിടിച്ച് മെല്ലെ കട്ടിലിരുത്തി. നന്ദന പാൽ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൻ അത് വാങ്ങി പകുതി കുടിച്ച് ബാക്കി അവൾക്ക് നൽകി. കഴിഞ്ഞതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കില്ല. എനിക്ക് നീ എൻ്റെ സ്വന്തമായി എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല നന്ദു, അവൻ അവളുടെ കൈയെടുത്ത് തഴുകിക്കൊണ്ട് പറഞ്ഞു. പിന്നെ പതിയെ അവളെ മാറോടണച്ചു. ഞാനും ഇങ്ങനെയൊന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടു പോലുമില്ല ദേവേട്ടാ. അവൾക്കും എന്തൊക്കെയോ പറയണമെന്നുണ്ട്. സങ്കടം കൊണ്ട് വാക്കുകൾ കിട്ടിയില്ല. അവൾ അവൻ്റെ മാറിൽ മുഖം പൂഴ്ത്തി. അവൻ അവളെ പതിയെ കട്ടിലിലേക്ക് ചായ്ച്ചു. ഒന്നായി അലിഞ്ഞ് അവൾ അവരുടേതായ ലോകത്ത് അലിഞ്ഞു ചേർന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരായി മടങ്ങിപ്പോകാൻ തുടങ്ങി. ഒരു കാലഘട്ടത്തിൻ്റെ പ്രതീകം അങ്ങനെ അവിടെ അവസാനിച്ചു. കീർത്തന എല്ലാറ്റിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. ദഹിപ്പിക്കാൻ എടുക്കുന്നതിന് മുമ്പ് എപ്പോഴോ അവൾ ഒന്ന് വന്ന് കണ്ടുപോയി, അത്രമാത്രം. അവൾ ആകെ ആടിയുലഞ്ഞിരുന്നു. അവൾക്ക് ഗായത്രി വന്നതും കണ്ടതും എല്ലാം വലിയ ഷോക്കായിരുന്നു. ഏത് നിമിഷവും അർജുൻ എല്ലാം അറിയും എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗായത്രി അവസാനം പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. നിന്റെ കുടുംബം ഞാൻ ഇല്ലാതെയാക്കും, നോക്കിക്കോ. ആ വാക്കുകൾ ആലോചിക്കും തോറും അവളിൽ ഭയം വന്നു നിറയും. അർജുൻ അന്ന് അവിടെ തന്നെ നിന്നു. വിവേകും എത്തിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രൻ ആകെ ആടിയുലഞ്ഞു പോയി. എപ്പോഴും വളരെ മുഴക്കത്തോടെ പ്രഭാവതിയുടെ ശബ്ദം അങ്ങിങ്ങായി അലയടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. നന്ദനയോട് ഇക്കാര്യം പറയണമെന്ന് അയാൾ വിചാരിച്ചതാണ്. പലവട്ടം അവളുടെ ഫോണിലേക്ക് അയാൾ വിളിച്ചിരുന്നു.
എന്നാൽ ആരും ഫോൺ എടുത്തില്ല. പിറ്റേന്ന് കീർത്തനയുടെ അടുക്കലേക്ക് പോയി വരാം എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ ചന്ദ്രനോട് യാത്ര പറഞ്ഞിറങ്ങി. കീർത്തന വീട്ടിൽ വന്നിരുന്നെങ്കിലും അവളുടെ മുഖം കണ്ടപ്പോൾ എന്തോ സുഖമില്ലെന്ന് അവന് തോന്നിയിരുന്നു. രാവിലെ എണീറ്റപ്പോൾ മുതൽ നല്ല തലവേദനയായിരുന്നു കീർത്തനയ്ക്ക്. 2-3 ദിവസം ഉറക്കം കിട്ടാഞ്ഞിട്ടും മറ്റുമാണ് തലവേദന വന്നത്. ശ്രീകുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് കുറച്ചു നേരം കിടക്കാമെന്ന് കരുതി അവൾ ബെഡിലേക്ക് ചാഞ്ഞു. കണ്ണടച്ച് കിടന്നു. രഞ്ജിത്ത് എന്തു ചെയ്യുകയാകും? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഒരു നിമിഷം അവൾ ആലോചിച്ചു. പിന്നെ ഫോണെടുത്ത് രഞ്ജിത്തിൻ്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കോളിംഗ് ബെൽ ശബ്ദിച്ചു. അതാരാകും എന്ന് ഓർത്തുകൊണ്ടവൾ വാതിലിനടുത്തെത്തി. വാതിൽ തുറന്നപ്പോൾ അർജുനെ കണ്ടതും അവളിൽ പല ആശങ്കകളും ഉടലെടുത്തു. "നീ കിടക്കുകയായിരുന്നോ?" അവൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. "ഉവ്വ്, നല്ല തലവേദന. ശ്രീമോളെ സ്കൂളിൽ വിട്ടപ്പോൾ പിന്നെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു," അവൾ പറഞ്ഞു. "എന്നാൽ നീ കിടന്നോ?" അവൻ പറഞ്ഞു. "അർജുന് ചായ വേണോ?" അവൾ ചോദിച്ചു. "വേണ്ട, ചായ കുടിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്," അവൻ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. അവളും അവൻ്റെ പിറകെ പോയി. അർജുൻ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് കയറി. കീർത്തന വീണ്ടും കിടന്നു. അർജുൻ കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നു. കീർത്തനയെ നോക്കിയപ്പോൾ അവൾ നല്ല മയക്കത്തിലാണ്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത നമ്പർ. ആരാകുമെന്ന് കരുതി ഫോൺ എടുക്കാൻ തുനിഞ്ഞപ്പോഴേക്കും കട്ടായി. അവൻ ഫോൺ അവിടെ തന്നെ വച്ച് കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് മുടി ചീകാൻ തുടങ്ങി. അപ്പോഴേക്കും വീണ്ടും ഫോൺ ശബ്ദിച്ചു. അവൻ ഫോണെടുത്ത് ഫോണിൽ തെളിഞ്ഞ നമ്പർ ശ്രദ്ധിച്ചു. ആദ്യം അടിച്ച നമ്പർ തന്നെയാണ്. "ഹലോ," അവൻ ഫോൺ ചെവിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. "ഹലോ, അർജുൻ അല്ലേ?" അപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ ശബ്ദം. "അതെ, ആരാണ് സംസാരിക്കുന്നത്?" ചെറിയ ജിജ്ഞാസയിൽ അവൻ ചോദിച്ചു. "ഞാൻ ഗായത്രിയാണ്." അപ്പുറത്ത് നിന്നുമുള്ള മറുപടി കേട്ടപ്പോൾ അർജുൻ്റെ ചുണ്ടിൽ ചെറിയ ഒരു പുഞ്ചിരി വിടർന്നു. "ആഹാ, ഗായത്രിയായിരുന്നോ? എന്താ വിളിച്ചത്? രഞ്ജിത്തില്ലേ അവിടെ? എന്തെങ്കിലും വിശേഷമുണ്ടോ?" അപ്പുറത്തെ ആളെ മനസ്സിലായപ്പോൾ അർജുൻ ചോദിച്ചു. "അമ്മയുടെ കാര്യം പറയാൻ ഒരു പ്രാവശ്യം രഞ്ജിത്തിനെ വിളിച്ചിരുന്നു. പക്ഷേ എന്തോ വേഗം അവൻ കാൾ കട്ട് ചെയ്യുകയാണ് ചെയ്തത്." "ഇവിടെ വലിയ വിശേഷങ്ങൾ നടക്കുകയല്ലേ? അർജുനൊന്നും അറിഞ്ഞില്ല അല്ലേ?" പരിഹാസത്തോടെയുള്ള ഗായത്രിയുടെ ചോദ്യം കേട്ടപ്പോൾ അർജുൻ ഒന്നമ്പരന്നു. "ഗായത്രി എന്താണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല," അവൻ പറഞ്ഞു. "എനിക്ക് പറയാനുള്ള കാര്യം കേട്ടാൽ അർജുന് അത് എത്രത്തോളം ഉൾക്കൊള്ളാനാകുമെന്ന് എനിക്കറിയില്ല. കീർത്തനയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്," അവൾ പറഞ്ഞപ്പോൾ അർജുൻ തലതിരിച്ച് കീർത്തനയെ ഒന്ന് നോക്കി. അവൾ നല്ല ഉറക്കമാണ് എന്ന് കണ്ടപ്പോൾ അവൻ പതിയെ പുറത്തിറങ്ങി. "പറയൂ, എന്താണ് ഗായത്രിക്ക് പറയാനുള്ളത്?" അവൻ വീണ്ടും ചോദിച്ചു. ഗായത്രി താൻ സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് വന്നപ്പോൾ രഞ്ജിത്തിനെയും കീർത്തനയെയും കണ്ടതു മുതൽ ഉണ്ടായ കാര്യങ്ങൾ എല്ലാം അവനോട് പറഞ്ഞു. അവൾ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ 1000 അമ്പുകൾ വന്ന് തൻ്റെ നെഞ്ചിലേക്ക് തറച്ചതുപോലെ അവന് തോന്നി. അർജുൻ്റെയും കീർത്തനയുടെയും ജീവിതത്തിൽ ഇനി എന്തെല്ലാമാണ് സംഭവിക്കുക എന്നറിയണമെങ്കിൽ സ്നേഹരാഗത്തിൻ്റെ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് സ്നേഹരാഗം ഇനിയും തുടരും.